നമസ്കാരം. നമസ്കാരം. യാത്ര സുഖമായിരുന്നു? ഓ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നും. പക്ഷെ ഇണങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥലം ഉപേക്ഷിക്കാനാവില്ല. 8-10 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. ഈ അന്തരീക്ഷത്തിൽ നകർന്ന് ഇന്ന് എനിക്ക് ജീവിക്കാനാവില്ല. എന്നാ നമുക്ക് നടക്കാം. എന്താ പേര്? സീത. എവിടെയാ സ്കൂൾ? ഇവിടെ അടുത്താ. അല്ല, സ്കൂളെന്ന് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കണ്ട. ശൂന്യമായ ബെഞ്ചുകളും ഡെസ്കുകളും നോക്കി അധ്യാപകന് ക്ലാസ് എടുക്കേണ്ടി വരും. മലവർഗക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ മടിയ. ജയിലിൽ പോകുന്ന കുറ്റവാളിയുടെ മനോഭാവത്തോടെയാണ് അവർ സ്കൂളിൽ പോവുക. അവർക്കെന്താ, തിന്നണം, ഉറങ്ങണം. ഇതിൽ കവിഞ്ഞ് അവരുടെ ജീവിതത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ല. എടാ ചോദി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മരത്തിൽ കയറരുതെന്ന്? നിഷേധി. പോ, വേഗം പള്ളിമേടയിലേക്ക് ചെല്ലേ. പോകാൻ. ബുദ്ധി വളരാത്തൊരു പാവം. അവൻ ആരുമില്ല. ആർക്കും അവനെ കണ്ടും കൂടാ. മലവർഗക്കാരുടെ കാഴ്ചപ്പാടിൽ കുടിയേറ്റക്കാർ എന്നും അവരുടെ ആജന്മ ശത്രുക്കളാണ്. എന്നെ പോലും ആദ്യം അവർ ശത്രുക്കളുടെ പട്ടികയിലാണ് പെടുത്തിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അല്ല, പക്ഷെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ കാലം കുറെ കഴിയേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യമായി മാഷേ, ലോകത്തെവിടെയും ആർക്കും എക്കാലത്തും മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്: സ്നേഹം. ഒന്ന് ഓർത്തു നോക്കിയാൽ ഇവരുടെ കാര്യം മഹാകഷ്ടമാണ്. ആഹാരമില്ല, വസ്ത്രങ്ങളില്ല. രോഗം വന്നാൽ മരുന്നിന് പകരം ഇവർ നേർച്ചത്തുള്ളത് നടത്തും, അല്ലെങ്കിൽ മന്ത്രവാദം കഴിക്കും. മലരോക്കും ദേവിയമ്മേ, മലഭൂതങ്ങളെ, ഉലകങ്ങളെ, ഇനിയൊന്നും പേടിക്കണം. ദേവിയമ്മയും മലഭൂതങ്ങളും നമ്മെ കാക്കും. വളരെ ചെറിയ വീടാണ്, സൗകര്യങ്ങളും അതുപോലെ തന്നെ. ഓ, ഇത്രയൊക്കെ മതിയാച്ചോ. ഇതിന്റെ അടുത്ത പോർഷൻ ആരുടേതാ? അത് പൂട്ടിക്കിടക്കുന്നല്ലോ. അതോ, അതൊരു ഫോറസ്റ്റ് ഗാർഡിന്റേതാണ്. കുറച്ചുനാൾ അയാളും കുടുംബവും ഇവിടെ താമസിച്ചു. പിന്നെ ഏകാന്തമായി ഈ സ്ഥലത്ത് താമസിക്കാൻ പേടിയാണെന്നും പറഞ്ഞ് അയാളത് ഒഴിഞ്ഞു. ഇപ്പൊ മാസങ്ങളോളം അത് വെറുതെ കിടക്കുകയാണ്.
അല്ല മാസ്റ്റർക്ക് അവ പേടിയൊന്നും ഇല്ലല്ലോ. കിണർ എവിടെയാ? ഇവിടെ കിണറുകളും കുളങ്ങളും ഒന്നുമില്ല. പിന്നെ കുടിക്കാനും കുളിക്കാനും ഇവിടെ അടുത്ത ആറുണ്ട്. ഇവിടെ ശരി. ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലല്ലോ അച്ഛോ. ഇല്ല. പിന്നെ ഈ കാടിന്റെ കിഴക്ക് ഭാഗത്തായി വല്ലപ്പോഴും ആനകൾ ഇറങ്ങും. മരിച്ചാൽ വഴി ഒറ്റയ്ക്ക് നടക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞു. എന്താ നടന്നാല്? വല്ല മലമ്പൂതവും നിന്നെ കണ്ട് മോഹിച്ചാലോ എന്നോർത്താ. മോഹിച്ചോട്ടെ, ആർക്കാ നഷ്ടം? എനിക്ക് അല്ലാതാർക്കാ? ചുമ്മാ. നേരാവള്ളി, നിനക്ക് വിശ്വാസമാവണില്ലേ? പറവള്ളി, നിനക്ക് വിശ്വാസമാവണില്ലേ? എനിക്ക് വിശ്വാസമാണ്. അതാ ഞാൻ പോട്ടെ. കടുത്ത പൊടിയെന്നാണോ വരണേ? അല്ല, എന്ത് വേണം? ചുമ്മാ ചോദിച്ചതാ. വരാൻ കണ്ട ഒരു നേരം. കാശ് തന്നെ തരാം. ഓ, നിന്നുകൊണ്ട് പൊക്കോ. ജീവിക്കാൻ നേരായ വേറൊരു വഴിയും കാണാനായിട്ടാ ചായക്കട തുടങ്ങാമെന്ന് വെച്ചത്. മുട്ടിയാനായിട്ട് നാട്ടുകാർ അതിനെ സമ്മതിക്കൂല എന്ന് വെച്ചാല് വല്ല കാശിക്കും പോയാലേ രക്ഷയുള്ളൂ. അതൊന്നും അവരും ചായക്കട തുടങ്ങാനാണോ? അല്ലടോ, സന്യസിക്കാൻ. നിങ്ങളുടെയൊക്കെ ചായ കൂടി എങ്ങനെ ഇരിക്കുമെന്ന് അപ്പ കാണാം. ഓ, കടം ചോദിക്കരുത് പറയരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. ദേ, ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ചമ്മന്തി അവിടെ? അത് ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കിയാ. ഒരു ദോശ 2 കൂടം ചമ്മന്തിയാ. ഇപ്പൊ തേങ്ങയ്ക്ക് മുളക് എന്താ വില എന്നറിയോ? നിങ്ങളെല്ലാവരും കൂടി എന്നെ പുളിപ്പിച്ച് കിടത്തു. നാട്ടിലുണ്ടായത് മുഴുവൻ വിറ്റിട്ട് ഒട്ടുക്കത്തെ പോക്ക് പോകുന്നതാ. ഭഗവാനേ. അതേ പറഞ്ഞു. ഒരു ചായ നല്ല കടുപ്പത്തിൽ. കടുപ്പത്തിൽ തരാം, കടം തരില്ല. തിന്നാനൊന്നും വേണ്ടേ വർക്കിച്ചേട്ടാ? തിന്നുന്നവർക്കേ ചായ ഉള്ളൂ. ഇക്കൊല്ലം കൃഷി എങ്ങനെയുണ്ട് വർക്കിച്ചേട്ടാ? ഒക്കെ ഒരു വകയാ. എന്നാലും വേണ്ടില്ല, കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ചെലമ്പള്ളി ഇറക്കത്തില് ഇന്നലെ കാട്ടാന ഇറങ്ങിയെന്ന് കേട്ടു. ഇരിക്കും മക്കളെ. ഇദ്ദേഹം നിങ്ങളെ പുതുതായിട്ട് പഠിപ്പിക്കാൻ വന്ന സാറാണ്, ഉണ്ണി സാർ. നിക്കൂ. എന്താ പേര്? വല്ലിന്ന. ഇവിടെ അടുത്താണോ വീട്? അവിടെ പൂതമലയില്. ആഹാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, ചേട്ടൻ, അനിയത്തി, അച്ഛൻ. കാട്ടില് മരം വെട്ടാൻ പോയപ്പോ മലമ്പാമ്പ് പിടിച്ചു. കുറെ നാളായി. സങ്കടപ്പെടാതെ വള്ളി, എല്ലാം വിധിയാണ്. നീ എന്നെ നോക്ക്. എനിക്കാരുമില്ല. അച്ഛനും അമ്മയും ആരും. അപ്പൊ പിന്നെ കൂടെയുള്ളതാരാ? കെട്ടിയോനോ? എന്താ ജോലി? നിനക്ക് എന്താ വേണ്ടത്? 2 ഇലമീനും 10 കാശിന് ഉപ്പും. ചോദിക്ക് പൗഡർ വേണ്ടേ? നല്ല പൗഡർ ഉണ്ട്. കണ്ടോ, ഇത് മുഖത്തിട്ട ചോദ്യം കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം. തരട്ടെ? വേണ്ട. കാശില്ലാഞ്ഞിട്ടാണോ? അത് സാരമില്ല, എന്നാ കൊണ്ടുവയ്ക്കും. ഇതിടാൻ അറിയാമോ? ഇങ്ങനെ ഇങ്ങനെ. നീലക്കുരുവി നീ എന്തന്നോടു മിണ്ടാത്തേ? നീലക്കുരുവി നീലക്കുരുവി നീ എന്തന്നോടു മിണ്ടാത്ത? അറിയാച്ചോ, 2 കിലോ പഞ്ചാര, 1 കിലോ ഉഴുന്നും. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ?
കേൾക്കാഞ്ഞിട്ടല്ല, മുൻപറ്റ് തീർക്കാതിന് കടം തരാൻ പറ്റില്ല. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല ആവശ്യത്തിന് കുലുക്കി ചാടിക്കാൻ. തരാൻ കറിയാച്ചാ, ഞാൻ കൊടുത്തിരിക്കുന്ന കടങ്ങളൊക്കെ ഒന്ന് പിരിഞ്ഞു കിട്ടിക്കോട്ടെ. കാര്യം ശരിയാ, പക്ഷെ അങ്ങനെ നാട്ടുകാരെ നന്നാക്കാൻ മാത്രമുള്ള വക എന്റെ കയ്യിലില്ല. കച്ചവടം ചെയ്യുന്ന മോക്ഷത്തിനാ. ഒരവധി കൂടി താ കറിയാച്ചാ. അടുത്ത തിങ്കളാഴ്ച നേരം വെളുക്കുമെങ്കിൽ കറിയാച്ചനെ പണം മുഴുവൻ ഞാനിവിടെ കൊണ്ട് തരും. അല്ല, കറിയാച്ചൻ അറിഞ്ഞോ, നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ സാറ് വന്നിട്ടുണ്ട്. അച്ഛന്റെ കൂടെ പോകുന്ന കണ്ടു. ആൾ എവിടുത്തുകാരനാ? ആ, ഞാനൊന്നും ചോദിച്ചില്ല. കഴിഞ്ഞ കൊല്ലം വന്ന അങ്കമാലിക്കാരൻ സാറ് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. ഇനി ഇങ്ങേരെ എത്ര കാലത്തേക്കാണാവോ? അവർക്കൊക്കെ ഈ കാട് പിടിക്കുവോ കറിയാച്ച? ഒരു ഗതിയും പരഗതി ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളെപ്പോലുള്ളവർ ഈ കാട്ടിൽ വന്ന് ഈ ഒട്ടുക്കത്തെ കിടപ്പ് കിടക്കണത്. താൻ ചെല്ല്, തന്റെ ഭാര്യ ഇങ്ങോട്ട് അയക്ക്. അവരുടെ ഈ സാധനം കൊടുത്തയക്കാം. എന്തിനാ കറിയാച്ച? അവളുടെ മുഖത്തും പൗഡർ ഇടാനാണോ? എന്തൊരു തണുപ്പാണ്, ശരീരം മുഴുവനും കുളിര് പടരുന്നു. ശരി, പുതപ്പ് കൊണ്ട് ശരിക്കും മൂടി പൊതിച്ചോളൂ, കുളിര് മാറും. ഓ, വല്ലാതെ ഉറക്കം വരുന്നു. എങ്ങോട്ടാ മോനെ? എങ്ങോട്ടുമില്ല. നേരം വെളുത്താ ഒരു നേരം കൂടി കാണില്ല. ദുർമുഖത്ത പോലെ മല ചുറ്റി നടപ്പാ. ആ കണ്ടത്തിലെങ്ങാനും പോയി നോക്കിക്കൂടെ? പോട്ടെ, വല്ല പന്നിയോ ആനയോ ഇറങ്ങി മുഴുവനും കൊള്ളാണ്ടായി കാണും. ഞാൻ കണ്ടെത്തി പോയി, ഒരു കേടുമില്ല. അപ്പൊ പിന്നെ ഇനി എങ്ങാട്ടാ? കുടിയിലേക്ക്. എന്നാ പോയിനെ. ഇതാ ഒരു കെട്ട് ചുരുട്ട് തരീന്. എന്താ മോപ്പാ, സുഖം തന്നെ? എന്തോ സുഖം? നിങ്ങൾ നാട്ടിലുള്ളവർ മുഴുവൻ വന്ന് കാട്ടിലുള്ള ഞങ്ങളൊക്കെ മുടിഞ്ഞു. ഇനി ഞങ്ങളൊക്കെ എങ്ങോട്ടാ പോണേ? ഇതിലാ വന്നേ, വേഗം അങ്ങോട്ട് പോയി ഓരോന്നൊക്കെ ചിരിച്ചു കഴിഞ്ഞ് നിൽക്കാൻ വന്നേക്കുന്നു. ഇതാ മോപ്പാ ചുരുട്ട്. ഹേയ് വേണ്ട മൂപ്പാ, മൂപ്പൻ കാശ് തരണ്ട. എന്തിനാ നിങ്ങൾ ഈ കടം തരുന്നേ? ഞാൻ കാരണമാണെങ്കിലും എന്തേലും കാശുണ്ട് കേട്ടാ. ആ മലയുടെ താഴെയാ ദേവിയമ്മയുടെ കാവ്. രാത്രിയില് ദേവിയമ്മ കാവിൽ നിറങ്ങി മലമൂളിൽ നൃത്താടും. രാത്രിയിൽ ചിലപ്പം ചെലമ്പിന്റെ കിലുക്കം കേൾക്കാം. നീ കേട്ടിട്ടുണ്ടോ? അപ്പുറത്തെ മലയില് മലമ്പൂതങ്ങളുണ്ട്. മലമ്പൂതങ്ങൾ തീ വാരി എറിയും. എന്റെ അമ്മ കണ്ടിട്ടുണ്ട്. ഓഹോ. മലമ്പൂതങ്ങൾ കോപിക്കാണ്ടിരിക്കാൻ നേർച്ച കൊടുക്കണം. തേനും പറുപൊടിയും കോഴിയുടെ ചോരയും. മൂപ്പനാ പൂശാരി. എന്താ വള്ളി? ഉതുപ്പാൻ ചോദി. അതിന് നീ എന്തിനു പേടിക്കുന്നു? ദുർഭൂതാണ്. എപ്പോ നോക്കിയാലും മലഞ്ചെരിയില് കാണും. പെണ്ണുങ്ങളെ കണ്ട അവന് പ്രാന്താ. എനിക്ക് പേടിയാ. നാട്ടിൽ നിന്ന് വന്നവരല്ലേ? ആ അതെ. ഞങ്ങളെ ഈ ചായക്കട നടത്തുന്നത് ഒരു ദിവസം അങ്ങോട്ടും ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചതാ. എന്താ പേര്? സീത. ചെറിയ കടയാണെങ്കിലും ജോലിക്ക് ഒരു കുറവുമില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ആ, ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാൻ കേട്ടോ. വരണം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. മാസ്റ്റർ പോയ പിന്നെ ഒറ്റയ്ക്ക് ഒന്ന് മുഷിയണ്ടേ? ഞാൻ വരാൻ കേട്ടോ. ആ, ഒരു ചായ നേരത്തെ. വേണ്ട, ഞങ്ങൾ പോട്ടെ. ഗൗരിക്കുട്ടിയമ്മേ, മാസ്റ്ററുടെ ഭാര്യയില്ല പോയ? ആ, സീത എന്നാ പേര്. ഫസ്റ്റ് ഉരുപ്പടി. ഈ കിഴവ് മാസ്റ്റർ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? ഒരു കുതിരയെ അഴിച്ചു വിട്ട പോലെയല്ലേ അതിന്റെ പോക്ക്. ആ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടേണ്ടതാ. തിരുനെല്ലിക്കാട് ഒരു കന്നിപ്പെണ്ണ് വയനാടൻ
മതി വായിച്ചത്. വരൂ, നമുക്കുറങ്ങാം. വല്ലാത്ത ചൂട്, വേർക്കുന്നു. എന്റെ കാലക്കേട്. ഇന്നലെ രാത്രി കണ്ടത്തിൽ ആനയിറങ്ങി. ഞാൻ പന്തവും പടക്കവും ഒക്കെ ആയിട്ട് കാത്തിരുന്നതാ. ഇടയ്ക്കൊന്ന് കണ്ണു ചെമ്മി. അപ്പോഴേക്കും ഒത്തിരി നാശം വന്നു. ഒരപ്പറ കണ്ട മുഴുവൻ ചവിട്ടി നശിപ്പിച്ചു. കാട്ടിയന്തുക്കളായിട്ടും മലമ്പനിയായിട്ടും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി. നെല്ല് ചവിട്ടിട്ടേക്കിന് കണ്ടാൽ സഹിക്കില്ല. പാലടിച്ച് കിടക്കുന്ന നെല്ലല്ലോ. എന്നും വിചാരിക്കും ഇവിടം വരെ ഒന്ന് വരണമെന്ന്. അതെങ്ങനെയാ? അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ലെന്ന് പണ്ട് വെളുത്തേടും പറഞ്ഞതുപോലെ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണ്ടേ? അങ്ങേർക്കാണെങ്കിൽ ഞാൻ അടുത്തുനിന്ന് മാറുന്നതേ ഇഷ്ടമല്ല. എപ്പോഴും ഗൗരിക്കുട്ടി ഗൗരിക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ പ്രസവത്തിന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയപ്പം അങ്ങേരുടെ ഒരു വ്യസനവും വെപ്രാളൊന്ന് കാണേണ്ടതായിരുന്നു. ഉറക്കത്തിൽ കിടന്നുപോലെ എന്റെ പേര് വിളിക്കുമായിരുന്നു. കുഞ്ഞെ ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും നാണമാ. ഇപ്പൊ പിള്ളേർ 5 എന്നാലും അങ്ങേർക്കൊരു ഉത്സവക്കുറവുമില്ല. ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. നിങ്ങൾ തമ്മിൽ എങ്ങനെ എന്ന് വെച്ചാ? അല്ല, മാഷും കുഞ്ഞും തമ്മിൽ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇതെങ്ങനെ പറ്റിയെന്നറിയാൻ ചോദിച്ചതാ. എത്ര കാലമായി കല്യാണം കഴിഞ്ഞിട്ട്? 5 വർഷം. ഇതുവരെ ഒരു കുഞ്ഞിന് ദൈവം തന്നില്ലല്ലോ. ഞാൻ വെറുതെ ചോദിച്ചതാ. കുഞ്ഞു വിഷമിക്കണ്ട. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ആരുമില്ല. അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിട്ടെന്താ? നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചത്? അല്ല. പിന്നെ കേൾക്കണമെന്ന് നിർബന്ധമാണോ? അയ്യോ, എന്ത് നിർബന്ധം? ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ പറയാം. ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിനെങ്കിലും അല്പ സമാധാനം കിട്ടുമല്ലോ. രോഗിയായ അമ്മ മാത്രം സഹായത്തിനുണ്ടായിരുന്ന ഒരു സാധു കുടുംബമായിരുന്നു എന്റേത്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതം. എങ്കിലും മറ്റാരെയും അത് അറിയിക്കാതെ ഞങ്ങൾ ജീവിച്ചു. അമ്മയുടെ അസുഖം ദിവസം പ്രതി വർദ്ധിച്ചു വന്നു. അച്ഛന്റെ മരുമകൻ ഒരാൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. എല്ലാ ദുസ്വഭാവങ്ങളുടെയും പ്രതീകമായിരുന്ന ആ മനുഷ്യനെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല. നീ അത്രയ്ക്ക് സാമർത്ഥ്യമൊന്നും കാണിക്കണ്ട. ഞാൻ നിന്റെ മുറച്ചെടുക്കാനാണെങ്കിൽ നിന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടും. അതൊരിക്കലും ഉണ്ടാവില്ല. നിന്നെ കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മീശ ഞാൻ മരിച്ചേളെ. വാശി വെക്കണ്ട കേട്ടോ, ചിലപ്പോ മീശ എടുക്കേണ്ടി വരും. നീ എന്തിനാ സുകുമാര എപ്പോഴും വന്ന് ഈ വഴക്കുണ്ടാക്കുന്നത്? കല്യാണകാര്യമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിന്നാലോ? ഇപ്പൊ പോ. ഞാനിപ്പോ പോവാ, പക്ഷെ ഇനി ഞാൻ വരും. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് ഒഴിഞ്ഞു കിടന്നിരുന്നു. അവിടെ ഒരാൾ താമസിക്കാൻ വന്നു. പിന്നീട് മനസ്സിലായി അത് ഉണ്ണിസാർ എന്ന അധ്യാപകനാണെന്ന്. ഞങ്ങൾ പലപ്പോഴും കണ്ടു, പക്ഷേ ഒരിക്കലും സംസാരിച്ചില്ല. ഒരിക്കൽ ജലദോഷവും പനിയും പിടിപെട്ട് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. അമ്മയില്ലേ ഇവിടെ? അമ്മ കിഴക്കേ വീട്ടിൽ പോയിരിക്കാണ്. എന്താണ്? കുറച്ച് കുരുമുളകും തുളസിയിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. വല്ലാത്ത പനിയും ജലദോഷം. തിളപ്പിച്ച് കുടിക്കാമെന്ന് കരുതി. കയറിയിരിക്കും, ഇവിടെ തിളപ്പിച്ചു തരാം. അത് വേണ്ട, ഞാൻ തിളപ്പിച്ചോളാം. ഇനി തന്നാ മതി. എങ്കിൽ വീട്ടിൽ പോയിക്കോളൂ, ഞാൻ തിളപ്പിച്ചോണ്ട് വരാം. ശരി.
ഇതാ കാപ്പി. ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. സീതയ്ക്ക് ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രം. അച്ഛൻ നേരത്തെ മരിച്ചു. സീതയ്ക്ക് അമ്മയെങ്കിലും ഉണ്ടല്ലോ. സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. സ്വന്തം ദുഃഖങ്ങൾ പറയാനും ആശ്വസിപ്പിക്കാനും ഒരാളുണ്ടാകുന്നത് നല്ലതാണല്ലേ സീതേ? അതൊരു പരിചയത്തിന്റെ തുടക്കമായിരുന്നു. പിന്നെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ലോഹ്യം ഭാവിച്ചു. പിന്നീട് അദ്ദേഹം ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അമ്മയ്ക്കും അദ്ദേഹത്തോട് വലിയ താല്പര്യമായിരുന്നു. അക്കാലത്ത് എന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായി. അതോടെ അവസാനത്തെ അത്താണിയും എനിക്ക് നഷ്ടപ്പെട്ടു. കല്യാണത്തിന്റെ പേരിൽ അച്ഛന്റെ മരുമകന്റെ ശല്യം സഹിക്കാനൊക്കാതായി. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. നീ എന്റെ കൂടെ പോരുന്നോ ഇല്ലയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരിക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ പോരില്ല. നിന്നെ ഭാര്യയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഇരിക്കെ അമ്മയുടെ അസുഖം വർദ്ധിച്ചു. അമ്മേ, അമ്മേ. സാറേ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കല്യാണമ്മേ? എന്റെ മോക്ക് ആരുമില്ല. ഞാൻ മരിച്ച എന്റെ മോളെ സാറ് നോക്കിക്കൊള്ളണേ. എന്റെ ചുമതല ഉണ്ണിസാറിനെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ മരിച്ചു. ഒരു രക്ഷകർത്താവിന്റെ താല്പര്യത്തോടെ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഉണ്ണിസാർ മാത്രമായിരുന്നു എനിക്കാകെയുള്ളൊരാശ്വാസം. പക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അതൊരു തെറ്റായിരുന്നു. ആക്ഷേപങ്ങളും അപവാദങ്ങളും ഞങ്ങളുടെ ബന്ധത്തിന്റെ പേരിലുണ്ടായി. ആ പാവം വാദ്യാര് കുപ്പിയിലായെന്നാ തോന്നണേ. നീ എന്തോന്നാ കാര്യം അറിയാതെ പറയുന്നേ? വയസ്സായെന്ന് വെച്ച് ഈ വക കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനൊക്കോ? അത് ശരിയാ എന്റെ ഏലിക്കുട്ടി. ഇപ്പോഴത്തെ കാലത്ത് വയസ്സാവുമ്പോഴാ ഈ തോന്നാത്ത തോന്നലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോഴേ പുറമേ നിന്ന് വരുന്നവർക്ക് മാത്രം ഉപകാരം ചെയ്താൽ പോരെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെയും കൂടെ ഒന്ന് ഗവനിക്കേ. 4 ഭാഗത്തു നിന്നും എനിക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. മുറച്ചെറുക്കന്റെ നിരന്തരമായ ശല്യവും എല്ലാം കൂടി എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. ഒടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു. സർ, എന്താ സീതേ? ഞാനൊരു കാര്യം പറയാനായി വന്നതാണ്. എന്താ? ഈ ലോകത്ത് ആരും സ്വന്തമായി ഇല്ലാത്തവളാണ് ഞാൻ. സ്വന്തം വേദനകൾ പറയാൻ പോലും എനിക്കാരുമില്ല. സാറിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? സീത എന്താ ഉദ്ദേശിക്കുന്നത്? സാറിന് എന്നെ വിവാഹം കഴിക്കാമോ? സീതേ, അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. എല്ലാ പെൺകുട്ടികളെയും പോലെ ആദ്യ രാത്രിയെ കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങളുമായി ഞാൻ കാത്തിരുന്നു. ഈ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സീതേ. ഇന്ന് എന്റെ ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവുമുണ്ട് സീതേ. സീതയ്ക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ത്രീയുടെ ഗന്ധം അറിയുന്നത്. വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. അന്ന് മുതൽ ഞാൻ ഒറ്റയ്ക്കാണ്. 48 വയസ്സായ എന്റെ ശരീരത്തിൽ ആദ്യമായി സ്പർശിക്കുന്ന ഒരു പെൺകുട്ടി സീതയാണ്. എന്താ? എന്ത് പറ്റി? എനിക്ക് ഒന്നുമില്ല സീതേ, ഒന്നുമില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്റെ വികാരങ്ങൾക്ക് കടിഞ്ഞാണിടേണ്ടി വന്നു. തുടർന്നുള്ള എല്ലാ രാത്രികളിലും അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നിട്ടും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒടുവിൽ അദ്ദേഹം തന്നെ തന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ ഇന്നൊരു ഡോക്ടറെ കണ്ടു സീതേ. മറ്റസുഖം ഒന്നുമില്ല. 48 വർഷമായിട്ട് ലൈംഗികമായിട്ട് യാതൊരു ബന്ധത്തിലും ഏർപ്പെടാത്തത് കൊണ്ട് അതിന്റെ ശക്തി ക്ഷയിച്ചു പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ചിലപ്പോ ചേർക്ക് അങ്ങനെ സംഭവിക്കുമത്രേ. നീ വിഷമിക്കണ്ട. ചിലപ്പോ ഇനിയും ഉത്തേജനം ഉണ്ടായിക്കൂടുന്നില്ല. ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ് സീത. ശാരീരിക ബന്ധങ്ങളില്ലെങ്കിലും മറ്റു കാര്യങ്ങളിൽ ഏറ്റവും സംതൃപ്തിയായ ഭാര്യയാണ് ഞാൻ. അദ്ദേഹം ജീവനെ പോലെ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് അത് മാത്രം മതി. ഇന്നെനിക്കൊരു ദുഃഖവുമില്ല. അദ്ദേഹത്തിന്റെ സുഖമാണ് എന്റെ സുഖം. എല്ലാം വിധിയാണെന്ന് വിചാരിച്ചാ മതി. നേരെ ഒരുപാടായി കുഞ്ഞെ. ഞാൻ പോട്ടെ, നാളെ വരാം. ശരി. ഇതെന്തിനീ പൂക്കൾ? ദേവിയമ്മയ്ക്ക് മാല കെട്ടാനാ. ഇന്ന് ദേവിയമ്മയുടെ കാവിൽ ഉത്സവം. ഉത്സവത്തിന് എന്തൊക്കെ ആഘോഷങ്ങളുണ്ട്? ആട്ടവും പാട്ടും ഒക്കെ ഉണ്ട്. നല്ല ശേല. കാവിലെ ഉത്സവത്തിന് മലയിലുള്ളവരൊക്കെ വരും. ഇങ്ങനെ വരുമോ? ഉത്സവത്തിന് വന്നാൽ വള്ളി എന്ത് തരും? എന്താ വേണ്ടേ? വള്ളിക്ക് ഇഷ്ടമുള്ളത്. ഈ തുടിവെട്ടും തലയാട്ടവും കാണാൻ ഈ തണുപ്പത്ത് പോണോ? വലിയ കേമമാണെന്നാ പറഞ്ഞത്. കുറെ നേരം കണ്ടിട്ട് തിരിച്ചു പോരാം. രാത്രിയില് മല കയറി പോണ്ടേ? ഓ, അതൊന്നും സാരമില്ലെന്നേ. നമുക്ക് പോവാം. എഴുന്നേറ്റേ.
വിശ്വാസമില്ല വള്ളി? എനിക്ക് പേടിയാ. എന്തിന്? ദേവിയമ്മയും മലദൈവങ്ങളെയും പിടിച്ച് ആണയിടണോ വള്ളി? ദേവിയമ്മയുടെ കാവിലെ പൂരം കഴിയട്ടെ. എന്തിനാ? നമ്മുടെ കല്യാണത്തിന്. വേണ്ട കർത്തിച്ചേട്ടാ. എന്താ വള്ളി? ഒന്നുമില്ല. പിന്നെ നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ വള്ളി? ഇല്ല. പിന്നെന്താ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. വള്ളി, അതാരാ? മൂപ്പന്റെ മോനാ. അങ്ങ് പട്ടണത്തിൽ പോയി പഠിച്ചതാ. കടുത്തേനാ പേര്. അത് ശരി. അമ്പടി കേമി കാട്ടുപെണ്ണാണെങ്കിലും നീ ഒരു വിളഞ്ഞ വിത്താണല്ലോ. ഞങ്ങള് തമ്മി സ്നേഹം. അത് പ്രത്യേകം പറയണോ? ഞാനെല്ലാം കണ്ടോണ്ടാ നിന്നത്. കടുത്തച്ചേട്ടന്റെ എന്നെ ജീവനാ. ആഹാ, നിനക്കോ? എനിക്കും. കാശുണ്ടോ? ഞാൻ ദാനധർമ്മത്തിലിരിക്കണമൊന്നുമല്ല. പാവമാണെന്ന് ഓർത്ത് ഓരോന്ന് ചെയ്യുമ്പം അത് തന്നെ അങ്ങോട്ട് തരമാക്കിയാലോ? വിഴുങ്ങ്. അതിരിക്കട്ടെ, ഹരി എന്ന നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? നാട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതെന്താ? അതെ, എനിക്കാരുമില്ല. ഹരിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ തുരുമ്പ് പിടിച്ച ഓർമ്മകൾ. ഹരി? അതെ അച്ചു, ഒരു പുരുഷായുസിന്റെ വേദന മുഴുവൻ ഈ പ്രായത്തിനിടയിൽ ഞാൻ അനുഭവിച്ചു തീർത്തു. ഇന്നും ആ ദുഃഖത്തിന്റെ തടവറയിൽ നിന്ന് എനിക്ക് മോചനമില്ല. ചിന്തകൾ തിളച്ചു പറയുന്ന ഒരു അഗ്നിപർവ്വതമാക്കി മനസ്സിനെ ഒരിക്കലും മാറ്റരുത്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ പ്രപഞ്ചത്തിലില്ല. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. അച്ഛനമ്മമാരുടെ വാത്സല്യം പുസ്തകങ്ങൾ വായിച്ചേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു ഞാൻ. പണക്കാരായ അച്ഛനമ്മമാരുടെ ഏക സന്താനമായി ജനിച്ചിട്ടും സ്നേഹം എനിക്ക് നിഷേധിക്കപ്പെട്ടു. കോളേജ് അടയ്ക്കുമ്പോൾ മാത്രം വീട്ടിൽ വന്നു. അപ്പോഴും എനിക്ക് മനസ്സും കിട്ടിയില്ല. സൊസൈറ്റി ലേഡിയായ അമ്മ, ഔദ്യോഗിക ഫയലുകളിൽ മാത്രം ജീവിതം കണ്ടെത്തിയ അച്ഛൻ. ആ, ഹരിയോ? യാത്ര സുഖമായിരുന്നു? പരീക്ഷയെല്ലാം നന്നായി എഴുതിയോ? ആ, കുളിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യേ. എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. കളക്ടർ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ഉണ്ട്. കാപ്പി കുടിക്കണ്ടേ? അമ്മ ഇവിടെ ഇല്ലേ മാലിനി? അമ്മായി രാവിലെ പോയതാ. വനിതാ സമാജത്തിന്റെ ആനിവേഴ്സറി ആണിന്ന്. വരാൻ വൈകിയേക്കും. ഹരിയേട്ടാ, പാല്. കോളേജ് അടച്ചു കിട്ടാൻ എനിക്ക് ധൃതിയായിരുന്നു. ഇവിടെ വന്ന് താമസിക്കാനുള്ള കൊതി കൊണ്ടല്ല, നിന്നെ കാണാനുള്ള ദാഹമായിരുന്നു മനസ്സിൽ. സ്നേഹിക്കാനൊരു പെണ്ണുണ്ടാവുന്നത് സുഖമുള്ളൊരു അനുഭവമാണ്. പ്രത്യേകിച്ചും സ്നേഹം നിഷേധിക്കപ്പെട്ട എന്നെ പോലൊരാൾക്ക്. ഹരിയേട്ടനെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർമ്മിക്കുമായിരുന്നു. എനിക്കറിയാം മാലിനി, ഈ വീട് എനിക്കെന്നും ഒരു ജയിലായിരുന്നു. ഇവിടെ എനിക്ക് എന്നും ശ്വാസം മുട്ടലായിരുന്നു. എങ്കിലും നിന്റെ സാമീപ്യം എനിക്ക് എന്തൊരാശ്വാസമാണ്. അമ്മായി, ഹരിയേട്ടൻ വന്നിട്ടുണ്ട്. എപ്പോ വന്നു? ഉച്ചയ്ക്ക്. ആ, ഏതായാലും നാളെ കാണാം. എനിക്കൊരു ജീവിതം തന്നത് ഹരിയേട്ടന്റെ അച്ഛനും അമ്മയുമാണ്. അവർ മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ അനാഥയായ ഞാൻ
ഈ റോഡിലൂടെ തെണ്ടി നടക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ മാലിനി. ഇപ്പൊ നീ അനാഥയല്ലല്ലോ. ഹരിയേട്ടനുമായുള്ള വിവാഹത്തിന് അവർ ഒരിക്കലും സമ്മതിക്കില്ല. പ്രത്യേകിച്ചും അമ്മായി. ശരിയാണ്, അവർ എതിർത്തേക്കും. പക്ഷെ നിന്റെ കഴുത്തിലല്ലാതെ കുറ്റിക്കാട്ട് ബാലകൃഷ്ണമേനോന്റെ മകൻ ഹരി താലി കെട്ടില്ല. ഹരി മോൻ, നീ വന്നിട്ട് 2 ദിവസമായിട്ടും അമ്മ കണ്ടതേ ഇല്ലല്ലോ. ഹൗ സാഡ്. ദിവസത്തിനാകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. ക്ലബ്ബിൽ പോക്കും വനിതാ സമാജവും കഴിഞ്ഞ് അമ്മയ്ക്ക് എപ്പോഴാ സമയം? കറക്റ്റ്. ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ ദിവസങ്ങൾക്ക് 24 മണിക്കൂറും ശരിക്കും പോരാത്തതാണ്. സാമൂഹ്യ പ്രവർത്തനം ഇതൊന്നും നിർത്തിക്കൂടെ? എന്റെ തൊലി പൊള്ളി പോകുന്നു. നരത്തല്ലോ, ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ? ഹരി, പ്രായമായ ഒരു മകനുണ്ടെന്നെങ്കിലും അമ്മ ചിന്തിക്കണം. മുത്തശ്ശി കഥകളിലേതുപോലെ ഒരിക്കലും എത്തിച്ചേരാനാകാത്തൊരു മേഖലയിലായിരുന്നു എനിക്ക് എന്റെ അമ്മ. എന്റെ കൂട്ടുകാർ അച്ഛനമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും പറയുമ്പോൾ എന്റെ മനസ്സ് നീറിട്ടുണ്ട്. അമ്മയെ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്കാനും അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ആ തലോടലേറ്റൊന്ന് ഉറങ്ങാനും എന്റെ ഹൃദയം തുടിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മകന്റെ മനസ്സ് മനസ്സിലായി. അച്ഛനൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാനുള്ള കഴിവും അച്ഛനില്ല. പോലീസ് സ്റ്റേഷനിലാകപ്പെട്ട ഒരു മോഷ്ടാവിന്റെ മനസ്സോടെ അല്ലാതെ അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ അച്ഛൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഹേ, യു ആർ ഇൻസൾട്ടിങ് മീ. അല്ല അച്ഛ, ഒരിക്കലുമല്ല. ആരെയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സിൽ ഒതുങ്ങാത്തത് കൊണ്ട് എല്ലാം പറഞ്ഞു പോയതാണ്. ഓഫീസിലെ ഫയലുകൾക്കപ്പുറത്തും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കൂ. നിന്റെ അമ്മയെ വേണമെങ്കിൽ ഞാൻ കൊന്നുകളാം, മതിയോ? അതിനുള്ള ധീരത വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഇതാ ചായ. ഇന്നെന്താ നേരത്തെ? ഞാൻ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോവാണ്. അതെന്താ, ഇവിടെ ബാത്റൂമിൽ വെള്ളമില്ലേ? ഇന്നെന്റെ പിറന്നാളാ. എല്ലാ പിറന്നാളിലും ഞാൻ അമ്പലക്കുളത്തിലാണ് കുളിക്കാറ്. ഓ, അപ്പോ ഞാൻ നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണമല്ലോ. എനിക്കൊന്നും വേണ്ട, ചേട്ടന്റെ സ്നേഹം മാത്രം മതി. എങ്കിലും അത് മാത്രം പോരല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ നിനക്ക് എന്തെങ്കിലും തരണം. ഒരു സാരി തന്നെ ആയിക്കളയാം. നീ കുളിച്ചിട്ട് വരുമ്പോഴേക്കും സമ്മാനം റെഡി. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. നിരപരാധിയായ ആ പാവം പെൺകുട്ടി അന്ന് രാത്രി എന്റെ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. ഇനി ആരെ കാണാൻ ഞാൻ അവിടെ പോകണം വെച്ചു. എന്നെങ്കിലും ഞാൻ അവിടെ ചെല്ലേണ്ടി വന്നാൽ തന്നെ ചുരുങ്ങിയത് 2 കൊലപാതകത്തിനെങ്കിലും ഞാൻ ഉത്തരവാദിയാകേണ്ടി വരും. സുഖത്തിന്റെ കാര്യത്തിൽ എല്ലാവരും സ്വാർത്ഥരാണ്, അല്ലേ ചോ? എന്താണ് സുഖം? സ്വത്തോ അതോ സുഖഭോഗങ്ങളോ? അല്ല, സീത എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? പരിചയമില്ലാത്ത ആളെ കണ്ടിട്ടാണോ? ഇത് എന്റെ സ്നേഹിതനാണ്, കാണിക്കാനൊന്നുമില്ല, മിസ്റ്റർ ഹരി. ഹരി ഒരു എസ്റ്റേറ്റ് ഉടമയാണ്. ഇവിടുത്തെ സ്കൂളിൽ പുതുതായി വന്ന ഉണ്ണിസാറിന്റെ ഭാര്യയാണ് സീത. കുഞ്ഞിന് എന്തോ വേണം. 1 കിലോ പഞ്ചസാര, ഒരു സോപ്പ്, പൗഡർ ഉണ്ടോ?
ഉണ്ടോന്നോ? കറിയാച്ചന്റെ പീടികയില് അച്ഛനും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടും. വേഗം വേണം, സന്ധ്യ ആകാറായി. സന്ധ്യയാലെന്താ? ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? ഞാൻ കൊണ്ടുവന്നാക്കാമല്ലോ. ഇവിടെ കുഞ്ഞ് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും. കണക്ക് എഴുതിയേക്ക്. ഓ, അതൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഇപ്പൊ എഴുതിയില്ലെങ്കിൽ തന്നെ എന്താ? ആ, ഒറ്റയ്ക്ക് പോവോ അതോ ഞാൻ കൂടെ വരണോ? വേണ്ട, എനിക്ക് പോകേണ്ട വഴി നല്ല നിശ്ചയമുണ്ട്. കുടിയേറ്റക്കാർ കയറി മല മുഴുവനും ഇടക്കാക്കി. മല മുഴുവനും അവരാ. കുലദൈവങ്ങളെ, മലദൈവങ്ങളെ, അടിയങ്ങളെ, നീ എങ്ങോട്ട് പോകും? ആരാ? ഏനാ? വെള്ളം എന്താടാ? വെള്ള എന്റെ മോൾക്ക് കല്യാണം ഉറച്ചു. എന്നാ? കാക്കപ്പല കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച. ആ ഗൗരിക്കുട്ടിയമ്മ ഈയിടെയായി ഉണ്ണിസാറിന്റെ വീട്ടിലേക്കൊന്നും ഇടയ്ക്കൊക്കെ പോവും. എന്തേ? ഒന്നുമില്ല. ഉണ്ണിസാറിന്റെ ഭാര്യ ഈയിടെയായിട്ട് ഇങ്ങോട്ട് വരാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആ കുഞ്ഞൊരു വല്ലാത്ത പ്രകൃതമാ. എപ്പോഴും അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണാം. മനപ്രയാസം കൊണ്ടായിരിക്കും. ഉണ്ണിസാറിനാണെങ്കിൽ ഇത്രയും വയസ്സുമായില്ലേ. സത്യം പറയാമല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചത് അവരച്ഛനും മകളുമാണെന്നാ. അല്ല, അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല. അവരുടെ ജീവിതം ഏതാണ്ടതുപോലൊക്കെ തന്നെ. ആ, അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ലെന്നേ. നേര്. ആ കുഞ്ഞെന്നോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ടല്ലേ അതിന് നെടുവീർപ്പ് മൗനോ. അത് ശരി. എന്നാ വാർത്ത അറിയാച്ച?
പറ്റാതെ നടക്കാൻ. ഈ മലഞ്ചെരിവിൽ എന്ത് കാണാനാ? ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. എന്നും കാണുന്നത് ഈ മലയും കാടുമല്ലേ? അപ്പനും അമ്മയും എതിർത്താലും എന്നെ കല്യാണം കഴിക്കൂ. മല കാക്കുന്ന ദേവിയമ്മയാണ്, മലമ്പൂതങ്ങളാണ് സത്യം. ഞാൻ പാവാണ്. എന്നെ വിശ്വാസമില്ലേ? കുഞ്ഞെന്നാ മടങ്ങിപ്പോണത്? എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്തിന്? ആരെ കാണാൻ? അച്ഛനെയും അമ്മയും. അവർക്കാർക്കും എന്നെ വേണ്ട. സ്വന്തം സുഖം തേടുന്ന അച്ഛനമ്മമാർക്കിടയിൽ മക്കൾ അനാഥരാണ് അന്തോണി ചേട്ടൻ. എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. അന്തോണി ചേട്ടനത് മനസ്സിലാവില്ല. ബന്ധങ്ങൾക്ക് നാം വിചാരിക്കുന്ന അത്ര അർത്ഥമൊന്നുമില്ല അന്തോണി ചേട്ട. ഞാൻ പുറത്തേക്ക് ഇറങ്ങും. ഊണ് കഴിക്കാൻ വരും. ശരി. ചായ, അരിവാൾ, പാൽ, കാൽ. എന്നോട് വെറുപ്പുണ്ടോ സീതേ? എന്തിന്? ഞാൻ നിന്റെ ജീവിതം പാഴാക്കി. എന്നാര് പറഞ്ഞു? ആരും പറയണ്ട, എനിക്കറിയാം. ഈ കാട് നിനക്ക് മടുത്തുവല്ലേ? എവിടെയായാലും ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി പോയി. വയസ്സുമായി, നീ ചെറുപ്പവും. ഈ പൊരുത്തക്കേട് ഞാൻ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. ഹാബേലച്ഛൻ ഒരിക്കൽ പറഞ്ഞു, ബൈബിളിലെ ഒരു കഥയാണ്. അബ്രഹാമിന് 100 സാറാക്ക് 90 വയസ്സുള്ളപ്പോഴാണ് ദൈവം അവർക്കൊരു പുത്രനെ കൊടുത്തത്. അതുപോലെ നമുക്കും ഉണ്ടായിക്കൂടങ്ങില്ല സീതെ. ഉടയുമോ ഇനിയും ഫലങ്ങൾ? വിശേഷമായിരിക്കുന്നു. എടി നോക്കടി ഗൗരിക്കുട്ടി, 1-ാം തരം പാണ്ടിക്കലം. വില അല്പം കൂടുതലാ. എനിക്ക് ബ്ലൗസിന് കൊണ്ട് എവിടെ? എന്റെ കാശ് കഴിഞ്ഞില്ല. അടുത്ത എന്തൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. ഓ, നിങ്ങളുടെ ഒടുക്കത്തെ കുടികാരം നശിക്കാറായി. നിനക്ക് എന്തിനാണ് ഈ ബ്ലൗസ്? ഞമ്മലെ പറഞ്ഞല്ലോ, ഉണ്ണാനും ഉടുക്കാൻ തരാൻ കഴിയില്ലാത്ത എന്തിനാ സമ്പത്ത് കഴിച്ച്?
പൗരുഷത്തിൽ തൊട്ട് കളിക്കരുത്. നിങ്ങൾക്കത് ഉണ്ടായിട്ട് വേണ്ടേ? എന്നെ അറിയാമൂടെ റാസ്കൂൽ? ചോദിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. സാറിന് എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല അച്ഛൻ. എന്തിനെന്നെ വിളിക്കുന്നു? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. പുറത്തു ചാടാനാവാത്ത ഏതോ ദുഃഖത്തിന്റെ തടവറയിലാണ് സാറിന്റെ മനസ്സ്. നമ്മുടെ ദുഃഖം അറിയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നാം കരുതുന്നു. പക്ഷേ ദൈവം അറിയാതെ ഒരു പക്ഷിത്തുവൽ പോലും കൊഴിയുന്നില്ല. എവിടെ? അവിടെ ആ കാടിന്റെ അടുത്ത്. പേടിച്ചു പോയോ? എന്നും ഈ മലഞ്ചെരുവിൽ വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ. നാളെ വരുമോ? വരണം. ഇവിടുത്തെ ഏകാന്തത എനിക്കിഷ്ടമാണ്. സീതയ്ക്കോ? ഈ കാടുകളുടെ സംഗീതം എനിക്കെന്നും ലഹരിയാണ്. സീതയ്ക്കോ? എവിടെയായാലും ഇതിൽ കൂടുതലൊന്നും ആശിക്കാൻ എനിക്കില്ല. ജീവിതത്തിൽ അത്രയേറെ തകർച്ച പറ്റിയവനാണ് ഞാൻ. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. സീത ഒരിക്കലും ദുഃഖിക്കരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുന്നുള്ളൂ. അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല അച്ഛൻ. സീത വരുമെന്ന് എനിക്കറിയാമായിരുന്നു. സീതയെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്തിനാ കാണുന്നത്? അതെനിക്കറിയില്ല. വീട്ടിലിരുന്ന് മടുക്കുമ്പോഴാണ് ഈ മലഞ്ചെരുവിലേക്ക് വരുന്നത്. അല്ലാതെ എവിടെ പോകാൻ? ആദ്യം കണ്ടപ്പോൾ സീതയ്ക്ക് എന്നോട് വെറുപ്പായിരുന്നു അല്ലേ? മുറിവുകളേറ്റ ഹൃദയമാണ് എന്റേത്. ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ്. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ആരോടെങ്കിലും പറയണ്ടേ? ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന നമ്മൾ രണ്ടുപേർ തമ്മിൽ എന്തോ ഒരു ജന്മാന്തര ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അതിന്റെ രഹസ്യമെന്ന് സീതയ്ക്കറിയാം? ഇല്ല. മലവർഗക്കാരുടെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. സീത എന്താ മിണ്ടാത്തത്? ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ടാ. എനിക്കറിയാം സീതേ. എന്നിട്ടും എന്റെ മനസ്സൊരു കാട്ടുകുരങ്ങാണെന്ന് പറഞ്ഞു തരാം. വാ നടക്കാം. എങ്ങോട്ട്? അങ്ങേ മലയുടെ ചെരുവിൽ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രമുണ്ട്. അയ്യോ, ഞാനില്ല. നേരെ ഒരുപാടായി. ഞാൻ പോകുന്നു. എങ്കിൽ നാളെ പോകും. എന്താ?
എന്താണ് അച്ഛൻ? ഇന്ന് അവരുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. ആ കാണുന്ന ഏറുമാടത്തിലാണ് ഇന്ന് അവരുടെ താമസം. രാത്രി ആയാൽ അവർ മാടത്തിലേക്ക് പോകും. അതുവരെ ഇവരൊക്കെ ചുറ്റിലും കാണും, പാട്ടും താളവും ഒക്കെ ആയിട്ട്. ഇതവരുടെ പണ്ട് പണ്ടേ ഉള്ള ഒരു ആചാരമാണ്. പാൽക്കുടമേന്തിയ രാവ് പാൽക്കുടമേന്തിയ രാവ് പനിമഴ പെയ്യണ രാവ് എന്നിലും നിന്നിലും ഒരേ വികാരം ഉണർത്തി നിൽക്കും രാവ് പാൽക്കുടമേന്തിയ രാവ് പനിമഴ പെയ്യണ രാവ് എന്നിലും നിന്നിലും ഒരേ വികാരം ഉണർത്തി നിൽക്കും രാവ് പെണ്ണേ കിളിമൊഴിയേ നിന്നുടലിൽ വിരിയും മലര് കിളുന്നു പെണ്ണേ കിളിമൊഴിയേ നിൻകുടലിൽ വിരിയും മലര് ഇരുത്തെടുക്കാൻ ഇനിയൊന്നാവാൻ തരിച്ചു പൊട്ടുന്നുയിര് നിന്റെ ഉരുവമെനിക്ക് നിന്റെ പരുവമെനിക്ക് പാൽക്കുടമേന്തിയ രാവ് പനിമഴ പെയ്യണ രാവ് തികഞ്ഞ പെണ്ണേ തേൻ കനിയേ നിൻ ഉയർന്നു താഴും നെഞ്ചിൽ പതിഞ്ഞു ചേരാൻ അലിഞ്ഞിറങ്ങാൻ പെരുത്തു കേറും ഉടല് നിന്റെ കുളിരുമെനിക്ക് നിന്റെ ചൂടുമെനിക്ക് പാൽക്കുടമേന്തിയ രാവ് പനിമഴ പെയ്യണ രാവ് എന്നിലും നിന്നിലും ഒരേ വികാരം ഉണർത്തി നിൽക്കും രാവ് ഉണർത്തി നിൽക്കും രാവ് ഉണർത്തി നിൽക്കും രാവ്
ഇവിടെ ശിവനും പാർവതിയും ചേർന്നുള്ള അർദ്ധനാരീശ്വരനല്ല. പിന്നെ പണ്ട് പണ്ടൊരു കാമുകനും കാമുകയും ഒളിച്ചോടി ഇവിടെ വന്നു. ഈ കൊടുങ്കാട്ടിൽ അവരെങ്ങനെ ജീവിക്കും? നാട്ടിലേക്ക് തിരിച്ചു പോകാനും ജീവിതം അവർക്ക് മുമ്പിൽ വഴിമുട്ടി. ഒടുവിൽ ഈ പാറക്കെട്ടിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ അവർ തീരുമാനിച്ചു. മരണത്തിന് മുമ്പ് സ്വന്തം സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം എന്നോണം അവർ ഈ സ്ഥലത്ത് ആലിംഗനബദ്ധരായിരുന്നു. ആ നിൽപ്പിൽ അവർ ഒരു ശിലയായി മാറി. നേരോ? സ്നേഹത്തിന്റെ, ആത്മത്യാഗത്തിന്റെ ദുഃഖം അനുഭവിക്കുന്നവരുടെ ക്ഷേത്രമാണ്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ വെറുതെ വലി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എത്ര നേരമായി മലഞ്ചെരുവിൽ കാത്തു വയ്ക്കുന്നറിയാവോ? കാണാത്തോണ്ട് വന്നതാ. അപ്പം കുടിയിലുണ്ട്, അടിച്ച കൊന്നുകളയും. വാ. എന്നായാലും അപ്പൻ അറിയൂല്ലോ. അതപ്പ പോരെ, ഇപ്പഴെന്തിനാ അറിയിക്കണേ? നിനക്കെന്താ എന്റെ സംശയമാണോ? നീയല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല. നിനക്ക് വിശ്വാസമാണോ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഒന്ന് കാണാനാ. എനിക്കെപ്പോഴും കടുത്തച്ചേട്ടനെ കാണണം. അതിനെന്താ, മലഞ്ചെരുവ് ഞാൻ എന്നും പറഞ്ഞുണ്ടല്ലോ. ഇപ്പൊ നീ പോ, അപ്പം വിളിക്കും. അല്ല, ആരായത്? കണ്ടിട്ടൊരു പുതുമണവാളുടെ ഗമയുണ്ട്. ഉതുപ്പാൻ ജോലിയുടെ കാലം തെളിഞ്ഞെന്നാ തോന്നണേ.
പുട്ടും പഴവും പപ്പടോ. കാശുണ്ടോ? ചക്കാത്തും കടമൊക്കെ ഞാൻ നിർത്തി. കാറ്റിലാകപ്പെട്ട അപ്പൂപ്പന്താടി പോലെയായിരുന്നു ഈ അടുത്ത കാലം വരെയുള്ള എന്റെ ജീവിതം. ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ടെന്ന് തോന്നി തുടങ്ങിയത് സീതയെ കണ്ടത് മുതലാണ്. സീത വിശ്വസിക്കും, സീതയെ കാണാതെ ഇന്നെനിക്ക് ജീവിക്കാനാവില്ല. സീതയുടെ സ്നേഹത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാൻ ഞാൻ തയ്യാറ്. എന്റെ ജീവൻ പോലും. ഞാൻ എന്ത് വേണമെന്ന് പറയൂ. ഒന്നും വേണ്ട, എന്നെ മറന്നേക്കൂ. സീതേ, എന്താണ് ഈ പറയുന്നത്? അതെ ഹരി, ദയവ് ചെയ്ത് എന്നെ മറന്നേക്കൂ. സീതേ, നാഴി അരി ഇങ്ങ് തന്നെ. പത്ത് പൈസക്ക് ഉപ്പും മുളകും. 10 പൈസക്ക് എന്ത് ഉപ്പും മുളകും തരാൻ അവർക്ക് ചേട്ടാ? ഈ തീ പിടിച്ച കാലത്ത് ഉള്ളത് മതി. അല്ലാതെ രൂപ കണക്കിൽ വാങ്ങാൻ എന്റെ വഴിയുണ്ട്. ഇവിടെ വല്ല രക്ഷയും ഉണ്ടാകുന്ന വെച്ചാ നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ഇങ്ങോട്ട് പോന്നത്. എന്നിട്ട് ഇവിടെ എന്താണെന്ന് പറവില്ലേ? എന്തിനാ നീ കരയുന്നത്? എനിക്ക് വേറെ കല്യാണം നടത്താൻ പോന്നു. അമ്മയും ചേട്ടനും എന്നെ പെണ്ണ് കാണാൻ വന്നു. അത്രേ ഉള്ളൂ? എനിക്ക് പേടിയാണ്. ഞാൻ കിനാവ് കണ്ടത്. നീ പേടിക്കാതെ വള്ളി, നിനക്ക് ഞാനില്ലേ? നീ എന്റെ പെണ്ണ. എന്താ? ഒന്നുമില്ല. ഈയിടെ കുഞ്ഞിനെ അങ്ങോട്ടൊന്നും കാണാറില്ല. അതുകൊണ്ട് വല്ല ആവശ്യമുണ്ടോ എന്നറിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് വാങ്ങിച്ചോളാം. അതിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. വരുന്നത് കൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. കുഞ്ഞിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ ഒരുക്കമാണ്. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. ആ, ഇങ്ങനെ പിണങ്ങിയാലോ? നമ്മളൊക്കെ നാട്ടുകാരില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേ സഹായങ്ങൾ? നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. ഓ, ഇവളൊരു ശീലാവതി. നിന്നേക്കാൾ കൊമ്പത്തിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നീയ്. ആരിത്? വള്ളിയോ? നിന്നെ കാണാറേ ഇല്ലല്ലോ. കുടിയിലെ പണികാരനാ. ഞാൻ വിചാരിച്ചു നിന്റെ കല്യാണം കഴിഞ്ഞെന്ന്. കല്യാണം കൊയ്ത്ത് കഴിഞ്ഞിട്ടാ. അതിനിനിയും കുറെ കഴിയണ്ടേ? കൊയ്യാറായി. നെല്ലൊക്കെ പഴുത്തു തുടങ്ങി. ഓ, അപ്പൊ നീ ദിവസം എണ്ണി കഴിയാണ് അല്ലേ? ആട്ടെ, എല്ലാവരും അറിഞ്ഞു? കറുത്തച്ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ആരോടും പറയണ്ടെന്നാ. ആരെങ്കിലും അറിഞ്ഞാലോ? അറിഞ്ഞാലോ ഒന്നുമില്ല. അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ ജീവനാ. ആഹാ, ശരി. നീ എങ്ങോട്ടാ? എങ്ങോട്ടും ഇല്ല. എന്നാ നീ എന്റെ കൂടെ വാ. ഇപ്പോഴല്ലേ നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞാ പിന്നെ നിന്റെ കടുത്തച്ചേട്ടന്റെ സമ്മതം ചോദിക്കണ്ടേ? സീതയെ ഒന്ന് കാണാൻ. എന്തിന്? മറക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു. പക്ഷെ സീതയുടെ മുഖമല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിൽ തെളിയുന്നില്ല. എനിക്ക് സീതയെ ഒന്ന് കാണണമെന്നേ ഉള്ളൂ.
വന്നത് തെറ്റായിപ്പോയോ? സീതയെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷവും എന്റെ ജീവിതത്തിൽ. ദൈവത്തെ വിചാരിച്ച് ഇവിടുന്ന് പോകൂ. ഇനി ഇവിടെ വരരുത്. പോകൂ, പോകൂ. മതി കുഞ്ഞെ കുടിച്ചത്. എനിക്കെല്ലാം ഒന്ന് മറക്കണമെന്ന് തുടിച്ചേട്ടാ. ആരും എന്നെ തടയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരും കുടിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇന്നിനി എനിക്കാരുമില്ല തുടിച്ചേട്ടാ. ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നവർ. കുഞ്ഞിന് ആരായില്ലാത്തത്? കുഞ്ഞിന്റെ അച്ഛനും അമ്മയും. സ്റ്റോപ്പ് ഇറ്റ്. എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുത്. എനിക്കെല്ലാം മറക്കണം, എല്ലാം. ജീവിതം സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള വേട്ടയാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? എന്റെ സ്വന്തം അച്ഛനും അമ്മയും. സ്നേഹം, ബന്ധം, ഈ വാക്കുകളെല്ലാം കാലഹരണപ്പെട്ട മുത്തശ്ശി കഥകളാണ് എന്തോടി ചേട്ടാ. എന്തൊരു ഭാരതിന്. അയ്യോ അയ്യോടി. അയ്യോ എടി, നീ കൊലപിടി, ഞാൻ കലം പിടിക്കാം. അയ്യോ, ആ വേറെ ചോദ്യാ. നീ എങ്ങോട്ടാ? എടാ ഇതൊന്ന് പിടിച്ചേടാ, ഒരു സഹായം. എടാ ചായ. എടാ പുട്ട് പുട്ട് പുട്ട്. നീ ഒട്ടുക്കത്തെ തീറ്റതിനങ്ങ് വന്നേര്. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ ഒറ്റ ചവിട്ടിയാണെന്നല്ല. ഇങ്ങനെ ഇതും പോട്ടെ, നന്നായുള്ളൂ. ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഇന്നലെ ഹരിയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? പിന്നീട് ആലോചിച്ചപ്പോ എന്റെ ദുഃഖം എനിക്ക് മാത്രമേ മനസ്സിലാകൂ. സീത വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെ? എന്റെ ഹൃദയം അങ്ങനെ പറഞ്ഞു. വരാതിരിക്കാൻ ഞാൻ ആവുന്നതും നോക്കി. പക്ഷേ ഒടുവിൽ തോറ്റുപോയി അല്ലേ? എന്താണ് കാര്യം? എന്താണ്? ഞാൻ നിന്റെ ആരാ? ഞാനിതെങ്ങനെ സഹിക്കും? നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. സീതയ്ക്ക് അറിയാമോ
ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തത്. എന്തൊക്കെയായാലും ഞാൻ നിന്റെ ഭർത്താവല്ലേ സീതെ, ഞാനിത് എങ്ങനെ സഹിക്കും? കൊല്ലു, എന്നെ കൊല്ലു, എന്നെ ചവിട്ടി കൊല്ലു. അയ്യോ, എന്നെ തല്ലില്ലേ? അയ്യോ, എന്നാലും ആ പെണ്ണിങ്ങനെ ചെയ്തല്ലോ. പിന്നെ അവളെന്താ ചെയ്യണം? ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല. അവളൊരു പെണ്ണല്ലേ. ആ കിഴവ സാർ എന്തിനാ അവളെ കെട്ടാൻ പോയേ? എടി ഈ കണക്കിന് ഞാനൊരു ഇച്ചിരി കഴിവനായിരുന്നെങ്കിൽ നീയും ഒന്ന് ചുമ്മാ തിരി. ആനെ കരുതി കിടക്കും ഒരു ചേനക്കാരി. എടാ പൊട്ട, നീ എന്തിനാ സാറിനെ വിളിച്ചോന്ന് കാണിച്ചേ? പൊട്ടനാണേലും വേണ്ടാത്തൊക്കെ വേഗം തിരിഞ്ഞില്ലെന്ന് നോക്കിയേ. ആ ഉണ്ണി സാർ ഒരു പാവമായിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചെന്നൈ ചോദിക്കാനുള്ള ത്രാണി അയാൾക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. കറിയാച്ചൻ പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ കാട്ടിൽ വന്നിട്ട് അങ്ങനെ മിടുക്ക് കാണിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഇവിടെ ചോദിക്കാനും പറയാൻ ആണുങ്ങളുണ്ട്. കാശുണ്ടെന്ന് കരുതി എന്ത് വൃത്തിയോടും കാണിക്കാവുന്നു. എടാ പൊട്ടാ, ഇനി അവൻ അവിടെ എങ്ങാനും വന്നാൽ നീ എന്റെ അടുത്തൊന്ന് പറയണം. ബാക്കി കാര്യം ഞാൻ എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എന്റെ വിധിയെന്ന് ഞാൻ സമാധാനിച്ചോളാം. ഒന്നിനെ കുറിച്ച് ഓർത്തും എനിക്ക് സങ്കടമില്ല. സങ്കടപ്പെട്ടിട്ട് കാര്യവുമില്ല. ഒരു കണക്കിന് എന്റെ തെറ്റാണിതല്ല. ഒരിക്കലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. ഒരു കഴിവില്ലാത്ത ഞാൻ എന്തിനാണ് നിനക്ക്? എല്ലാറ്റിനേക്കാളും വലുത് സ്നേഹമാണെന്നായിരുന്നു എന്റെ ധാരണ. ഇപ്പൊ മനസ്സിലായി, അതല്ല, വികാരങ്ങൾക്കും വിചാരങ്ങൾക്കുമാണ് മുൻതൂക്കമെന്ന്. ഒരു ഉപകാരം ചെയ്യണം. നീ എന്നെ വിട്ടു പോവുകയാണെങ്കിൽ യാത്ര ചോദിക്കാൻ മറക്കരുത്. പോകരുതെന്ന് തടയാനല്ല, അവസാനമായി ഒന്ന് കാണാം. മലദൈവങ്ങളെ പിടിച്ച് ആണയിട്ടതല്ലേ എന്നെ കെട്ടിക്കൊള്ളാവുന്ന. എന്നിട്ടിപ്പോ നീ കരയാതെ വള്ളി, നമുക്ക് എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാം. ആറ്റുനോറ്റ് കല്യാണത്തിന് വേണ്ടി കാത്തിരുന്നതാ ഞാൻ. എന്നിട്ട് എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല വള്ളി, അപ്പന്റെ സ്വഭാവം നിനക്ക് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? വയറ്റിലുണ്ടെന്ന വിവരം കുടിയിലെറിഞ്ഞ എന്നെ ഇറക്കി വിടും. കൊടിഞ്ഞിലത്തോട്ടി ചാടി ഞാൻ ചത്തുകളയും. വള്ളി, വേണ്ടാത്തൊന്നും പറയരുത്. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനും നോക്കട്ടെ. നീ എന്തിനാ മറിയ ഈ വയ്യാത്തപ്പോ കഞ്ഞിയും കറിയും ഒക്കെ ഉണ്ടാക്കണേ? വയ്യെന്നും പറഞ്ഞ എത്ര നാളാ കിടക്കുന്നേ. ഈ കാട്ടി വന്നേ പിന്നെ സുഖമെന്ന് പറഞ്ഞതുണ്ടായിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, പട്ടിണിയും പാടുവാണെങ്കിലും നാട്ടിൽ തന്നെ കിടക്കാവുന്ന. നിന്റെ മരുന്ന് തീർന്നു? ഞാൻ നോക്കിയില്ല. മരുന്ന് കഴിക്കാതെ എങ്ങനെയാ ക്ഷീണം മാറുക? വള്ളി, വള്ളി, നിനക്ക് എന്ത് പറ്റി? വള്ളി, വള്ളി, നീ എന്തിനാ കരയുന്നത്? എന്നെ ചതിച്ചു, എന്നെ നശിപ്പിച്ചു. ആരും എന്നെ ചതിച്ചു? കറുത്ത ചേട്ടൻ. കൊയ്ത്ത് കഴിഞ്ഞിട്ട് കല്യാണം എന്നല്ലേ നീ പറഞ്ഞു? കറിയാച്ചനറിഞ്ഞോ നമ്മുടെ ആ മൂപ്പന്റെ മോൻ വള്ളിയെ പിഴപ്പിച്ചെന്ന്? ആ പെണ്ണിന്റെ തെറുപ്പും ഒരു ജാതി ഇളക്കവും കണ്ടപ്പോഴേ ഞാൻ മനസ്സ് വിചാരിച്ചതാ ഏതാണ്ട് അവരാണ്ടൊക്കെ ഒപ്പിക്കുമെന്ന്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മൂപ്പന്റെ മോൻ ചതിച്ചതാണോ? ആ പെണ്ണ് മൂപ്പന്റെ മകനെ കണ്ടുള്ളൂ പ്രേമിക്കാൻ. അവള് നോക്കിയപ്പോ കൊള്ളാം. മൂപ്പന്റെ മോനല്ലേ, ദോഷമില്ല. 5 മാസം ഗർഭമുണ്ടെന്നാ കേട്ടെ. യവൻ എന്തിന്റെ കഴപ്പാ?
എങ്ങോട്ടാ? അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ല. നേരെ സന്ധ്യാകാറായി. സാർ എവിടെ പോവാനാ? വഴിക്ക് ആരെങ്കിലും കണ്ട് സംസാരിച്ചെന്ന് കാണും. എനിക്ക് പേടിയാവുന്നു. ഒരിക്കലും ഇത്രയും താമസിച്ചിട്ടില്ല. സാറിനെ ഞാൻ അന്വേഷിക്കാം. സീത വീട്ടിൽ പോയിക്കോളൂ. ആ, ഞാനല്ലേ പറഞ്ഞത് സീത പോയിക്കോളൂ. പോയിക്കോളൂ എന്ന്. ശരി. ഉണ്ണി സാറേ, സാറിന് എന്ത് പറ്റി? വരൂ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ എനിക്ക് ആരുണ്ട് അച്ഛോ? ഉണ്ണി സാറേ, എനിക്ക് ആരുമില്ല അച്ഛോ. ഉണ്ടെന്ന് കരുതിയതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇത്രയും കാലം ഞാൻ നിഴലിന് കാവലിരിക്കുകയായിരുന്നു അച്ഛോ. എന്തുണ്ടായെന്ന് പറയൂ. ഒന്നുമില്ല അച്ഛോ, ഒന്നുമില്ല. സാറിനെ ഈ നിലയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് പറയും. ഉള്ളിൽ തിങ്ങിക്കൂടിയിരിക്കുന്നതെല്ലാം പുറത്തു പറയുമ്പോ അല്പം സമാധാനം കിട്ടിക്കൂടുന്നില്ല. എന്റെ ഭാര്യ മറ്റൊരാളുടേതാണെന്ന് അറിയുമ്പോൾ സാർ എന്താ ഈ പറയുന്നത്? സീത പറഞ്ഞു കേട്ടതല്ല അച്ഛോ, ഞാൻ നേരിൽ കണ്ടതാണ്. എന്റെ സ്നേഹത്തിന്റെ കൂലി. സ്ത്രീകളുടെ മനസ്സിന്റെ ഗതി ഒരു നൂൽപാലത്തിലൂടെയാണ്. പാപത്തിന്റെ നേരിയ പ്രേരണകൾക്ക് പോലും അവരെ വഴിതെറ്റിക്കാൻ കഴിയും. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ ഒറ്റച്ചാട്ടത്തിന് കൊക്കയിലേക്ക്. ജീവിതത്തിൽ എന്തിന് ഇത്ര നിമിഷങ്ങൾ ഉണ്ടാകുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുംഭസാരക്കുട്ടിലെ ഭക്തന്റെ ഹൃദയശുദ്ധിയോടെ ഉണ്ണി സാർ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഒരു കുറ്റവാളിയുടെ മനസ്സോടെ അല്ലാതെ സീതയ്ക്ക് എങ്ങനെ അദ്ദേഹത്തോട് പെരുമാറാൻ കഴിയും? കുട്ടി, ഒരു സ്ത്രീയുടെ സ്വത്ത് ഭർത്താവിനോടുള്ള വിശ്വസ്തതയാണ്. സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അവിടെ വിശ്വസ്തതയും നഷ്ടപ്പെടുന്നു. ഉണ്ണിസാർ സീതയുടെ ഭർത്താവിൽ അദ്ദേഹം അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കും. അദ്ദേഹം ഇതെങ്ങനെ സഹിക്കും? കരയരുത്. ചെയ്ത തെറ്റിന് ദൈവത്തോടും ഭർത്താവിനോടും മാപ്പ് ചോദിക്കും. പാപത്തിന്റെ മാർഗത്തിൽ നീ നടക്കില്ലെന്ന് ശപഥം ചെയ്യും. ചെല്ലു, എന്റെ മോള് പൊയ്ക്കോളൂ. ചെല്ലു. സീതേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട. സീതേ, എന്താണ്? മുറിവേറ്റ എന്റെ ഹൃദയത്തിന് സീത ഒരു തണലായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോകാം സീതേ. ഞാൻ വരില്ല. ഒരു ദുർബല നിമിഷത്തിന്റെ പ്രേരണ കൊണ്ട് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല. നിങ്ങൾക്ക് പോകാം. സീതേ, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ നിങ്ങളുടെ ആരുമല്ല. അപ്പേ സാറേ, ഇത് കാടാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ചില മര്യാദകളൊക്കെ ഉണ്ട്. അത് വിട്ടു പെരുമാറിയാൽ ശരീരം കേടായി പോകും. ഓഹോ, ആ പോയ പെൺകുട്ടിയും താനുമായിട്ടുള്ള ബന്ധം എന്താ? തനിക്ക് അറിയണം? അറിയാനല്ലേ ചോദിച്ചത്. അറിയിക്കാൻ സൗകര്യമില്ലെങ്കിലോ? ചൊവ്വേ നേരം ഇവിടെ നടന്നു പോവില്ല.
മല മുടിയാറായി. ദേവിയമ്മ മല മുടിക്കും. മുടിയേറ്റക്കാര് കയറി മല മുഴുവനും അശുദ്ധമാക്കി. പെണ്ണ് പിഴച്ച കുലം മുടിയും. കാടും മലയും അശുദ്ധമാക്കിയ ദേവിയമ്മ തീയിടും. കാടും മലയും കത്തും. തീരം കൊണ്ട് കുലം മുടിക്കും. കിഴക്കമ്പലയിൽ തീ വീണു. തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കിക്കോ, ഈ കാടും മലയും മനുഷ്യരൊക്കെ നശിക്കും. എന്തൊരു മഴയും കാറ്റുമാണ്. ഞാൻ ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കിടപ്പാടം പോലും ഇല്ലാത്ത ഈ പാവങ്ങളുടെ ഇടയ്ക്ക് ഈ പേമാരിയും കൊടുങ്കാറ്റും വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അത് ആലോചിക്കാൻ പോലും വയ്യച്ചു. അച്ഛോ, എന്താ വർക്കിച്ചേട്ടാ? അച്ഛനെ ഒന്ന് സഹായിക്കണം. പറയൂ, ഞാൻ എന്തു വേണം? എന്റെ ഭാര്യ അന്ത്യശ്വാസം വലിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാനിങ്ങോട്ട് ഓടിപ്പോന്നത്. നിത്യശാന്തിയുള്ള ഒരാത്മാവോടെ ഈ ലോകത്തു നിന്നും അവൾക്ക് പോകാൻ കഴിയട്ടെ. അച്ഛന് എന്റെ കൂടെ വന്ന് അവൾക്ക് അന്ത്യഭൂതാശ കൊടുക്കണം. വള്ളി, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. നീ അറിഞ്ഞോ, മൂപ്പന്റെ മകന്റെ കല്യാണം നിശ്ചയിച്ചു. നേരോ വള്ളി, തൃക്കണിക്കാവിലെ മൂപ്പന്റെ മോളാ പെണ്ണ്. 4 നാള് കഴിഞ്ഞ കല്യാണമാ. എനിക്ക് നേരത്തെ തോന്നിയതാ കടുത്ത നിന്നെ ചതിക്കുന്നു. നീ വിഷമിക്കണ്ട, എല്ലാം മറന്നുകള. വാ വള്ളി. നീ പോയിക്കോ, ഞാൻ പിന്നെ വരാം.
എന്തോ വർക്കിച്ചേട്ടാ? എല്ലാം പോയച്ചോ, വെറുകയോടെ ഞാൻ പോവാ. ദൈവം എന്തോ കണ്ടിട്ടുണ്ട് വർക്കിച്ചേട്ടാ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് സമാധാനിക്കണം. എന്തോർത്ത് സമാധാനിക്കാൻ അച്ചോ? മണ്ണും പോയി, മക്കളും പോയി. അവസാനം വരെ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചു എന്റെ എലിക്കുട്ടിയും പോയി. ഇനി ഞാൻ മാത്രമുണ്ട്, മരണത്തിന് പോലും വേണ്ട. ഞാൻ പോട്ടച്ചോ. സീതേ, ഞാൻ യാത്ര പറയാൻ വന്നതാണ് സീതേ. ഇനി ഈ നാട്ടിൽ നിന്നാൽ എനിക്ക് നിന്നെ കാണേണ്ടി വരും. ഞാൻ കാരണം സീത ദുഃഖിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോട്ടെ. ഇനി ഒരിക്കലും ഞാൻ സീതയെ കാണാൻ വരില്ല. എന്റെ മരണം വരെ സീതയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം. ഞാൻ പോട്ടെ സീതേ. ഹരി, ഒരു നിമിഷം നിൽക്കണേ. എന്നെ മനസ്സിലായോ? ഞാൻ സീതയുടെ ഭർത്താവാണ്. എനിക്കറിയാം. ഞാനൊന്ന് കാണാൻ വരികയായിരുന്നു. എന്നെ നശിപ്പിക്കരുത് എന്ന് പറയാൻ വന്നതല്ല ഞാൻ. മാസ്റ്റർ, ഹരി സീതയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സീത ഹരിയെ. മാസ്റ്റർ, എന്റെ യാത്ര അവസാനിക്കാറായി. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഹരിക്ക് മാത്രമേ സാധിക്കൂ. അവളെ രക്ഷിക്കൂ ഹരി. അവൾക്കൊരു ജീവിതം കൊടുക്കൂ ഹരി, കൊടുക്കും. ഞാൻ വളരെ ആലോചിച്ചു ഹരി. സീതയുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഹരി അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ലോകത്തിൽ ഒരു ഭർത്താവും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സീതയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഹരി നാളെ രാവിലെ വീട്ടിലേക്ക് വരൂ. സീതയെ സ്വീകരിക്കൂ. ഹരി വരില്ലേ? ഹരി വരില്ലേ? വരാം. സീതേ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ താങ്ങും തണലുമായിരിക്കണം. ഞാനിത് രണ്ടുമല്ല. നിന്നെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ മറ്റെല്ലാത്തിനും ഉപരിയായി ഞാൻ സ്വപ്നം കണ്ടത് നിന്റെ സന്തോഷകരമായ ജീവിതമായിരുന്നു. എനിക്കത് നൽകാൻ കഴിഞ്ഞില്ല. അങ്ങെന്താണ് ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി. അതിന് ഇനിയെങ്കിലും എനിക്ക് മാപ്പ് തന്നൂടെ? അതൊരു തെറ്റായി എനിക്ക് തോന്നിയില്ല സീത. ഞാൻ ഇന്ന് ഹരിയെ കണ്ടു. നിന്നെ രക്ഷിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാളെ രാവിലെ ഹരി ഇവിടെ വരും. നീ അയാളോടൊപ്പം പോകണം. ഇല്ല, ഞാൻ പോവില്ല. മരണം വരെ ഞാൻ അങ്ങോടൊപ്പം ഉണ്ടാവും. ഞാൻ പോവില്ല. സീതേ, ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ? എന്റെയും നിന്റെയും നന്മയെ കരുതിയാണ് ഞാനിത് പറയുന്നത്. സീതേ, കരയരുത്. ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് നമ്മുടെ അവസാനത്തെ രാത്രിയാണത്. നാളെ നീ ഹരിയോടൊപ്പം പോകണം. എന്താ പോവില്ലേ? ഹരിയോ, വരൂ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സീതയോട് ഇന്നലെ എല്ലാം സംസാരിച്ചു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. വരൂ, അകത്തേക്ക് പോവാം. സീതേ, സീതേ, ഇതാരാ വന്നിരിക്കുന്നു നോക്കൂ. സീതേ, സീതേ, ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ? സീതേ.